നമസ്കാരം. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നാം സാധാരണ കാണുന്ന ഈ ഭൗതിക ശരീരം, അവിടെ ഒരു ജീവൻ, ഇതാണ് നാം പ്രത്യക്ഷ അനുഭവിക്കുന്നത്. പക്ഷെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിയെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന ഈ ശരീരം, ത്വക്ക് മുതൽ രക്തവും മാംസവും മജ്ജയും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഭൗതികമായ ശരീരം, ആഹാരം കൊണ്ട് പുഷ്ടിപ്പെടുന്ന ഒരു ശരീരം, അതിനെയാണ് സ്ഥൂല ശരീരമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ പ്രാണശക്തി പ്രവർത്തിക്കും. ഈ കാണുന്ന ഭൗതിക ശരീരത്തിൽ പ്രാണൻ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ജീവനുണ്ട്. മരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പ്രാണനാണ്. പ്രാണൻ പോയി എന്നാണല്ലോ പറയുക. അപ്പം പ്രാണനാണ് നമ്മുടെ ഊർജ്ജ ശരീരം എന്ന് പറയുന്നത്. അതിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയും. സ്ഥൂല ശരീരവും ഒരു സൂക്ഷ്മ ശരീരവും. പൊതുവേ ഈ സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ ശരീരമുണ്ട് എന്ന രീതിയിലാണ് പറയാറ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ സൂക്ഷ്മ ശരീരം, അല്ലെങ്കിൽ പ്രാണമയ ശരീരം, നമ്മുടെ ഈ കാണുന്ന ഭൗതിക ശരീരത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കുറച്ചുകൂടി പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. തപശക്തി കൂടുന്നതനുസരിച്ച് അത് വികസിച്ച് വരും. ഋഷിമാരെ സംബന്ധിച്ചിടത്തോളം ആ സൂക്ഷ്മ ശരീരം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കും. അതുകൊണ്ട് അവർക്ക് പ്രപഞ്ചവും താനും ഒന്നാണ് എന്ന് അനുഭവിക്കാൻ പറ്റുന്നു. കാരണം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വികസിച്ച് അത് പ്രപഞ്ചത്തോളം വികസിക്കും. അപ്പോൾ സാധാരണ ഒരു മനുഷ്യന് അത് ശരീരത്തോട് ചേർന്നിരിക്കും. അയാളുടെ തപശക്തിക്കനുസരിച്ച് അതിന് വികാസം കൂടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്നതാണ് ഈ സ്ഥൂല ശരീരം. അതിനുള്ളിൽ ഒരു കാരണശരീരമുണ്ട്. ആ കാരണശരീരം എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശരീരമാണ്. അത് ഈശ്വരൻ തന്നെയാണ്. പ്രപഞ്ചത്തിന് കാരണം ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ തൻ്റെ ഉള്ളിൽ ഈശ്വരീയത ഒളിഞ്ഞിരിക്കുന്നു. പ്രത്യക്ഷത അനുഭവിക്കുന്നത് ഒരു സ്ഥൂല ശരീരവും ഒരു സൂക്ഷ്മ ശരീരവുമാണ്. ഈ സ്ഥൂല ശരീരം ഭഗവത്ഗീതയിൽ പറഞ്ഞുകൊണ്ട് ഒരു വസ്ത്രം പോലെയാണുള്ളത്. സൂക്ഷ്മ ശരീരമാണ് യഥാർത്ഥ നമ്മുടെ പുണ്യപാപങ്ങൾ സഞ്ചയിച്ച് വെച്ചിരിക്കുന്നത്, ശേഖരിച്ച് വെച്ചിരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. സാധനയുടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ആ സൂക്ഷ്മ ശരീരത്തെ, പ്രാണമയ ശരീരത്തെയാണ് ശുദ്ധീകരിക്കുന്നത്. കാരണം പൂർവജന്മാർജിതമായിട്ടുള്ള പാപങ്ങളും പുണ്യങ്ങളും ലയിച്ചിരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. ആ പ്രാണമയ ശരീരം നിലനിൽക്കുന്ന നാഡികളിലൂടെയാണ്. പ്രാണൻ സഞ്ചരിക്കുന്ന നാഡികളിലൂടെയാണ്. പ്രധാനപ്പെട്ട നാഡി സുഷുമ്നാ നാഡിയാണ്. മൂർധാവ് മുതൽ നട്ടലിൻ്റെ ഏറ്റവും താഴെ ഭാഗം വരെ, മൂലാധാരം വരെ നിറഞ്ഞിരിക്കുന്ന ശരീരത്തെയാണ് നാം സാധാരണ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അതിൽ നട്ടലുണ്ട്. ബ്രഹ്മരന്ധ്രം മുതൽ നട്ടൽ ഏറ്റവും സുഷുമ്നാ അറ്റം വരെ നീണ്ടിരിക്കുന്ന ഒരു സുഷുമ്നാ നാഡി. ഊർജം പ്രവഹിക്കുന്നത് സുഷുമ്നാ നാഡിയിലൂടെയാണ്. സാധാരണ യോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുഷുമ്നാ നാഡിയിലൂടെയാണ് പ്രാണത്തെ പ്രവാഹം ഉണ്ടാകുന്നത്. പക്ഷേ എന്തു പറ്റും? പാപങ്ങൾ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിലാണ്. സൂക്ഷ്മ ശരീരത്തിന് കേന്ദ്രം എന്ന് പറയുന്നത് സുഷുമ്നയാണ്. അപ്പോൾ പാപങ്ങൾ അടങ്ങിയിരിക്കുന്ന സുഷുമ്നയിലാണ്. അപ്പോൾ സുഷുമ്ന ശുദ്ധമല്ലെങ്കിൽ ആ ഊർജത്തിൻ്റെ പ്രവാഹം, പ്രാണപ്രവാഹം വേണ്ട പോലെ നടക്കില്ല. അവിടെ ചില പ്രതിബന്ധങ്ങൾ വരും. നമുക്കറിയാലോ, രക്തക്കുഴലിൽ പ്രതിബന്ധം വന്നാൽ, തടസ്സം വന്നാൽ, ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യും? ഒരു ബൈപ്പാസ് ഉണ്ടാക്കും. അതുപോലെ ആ സമയത്ത് സുഷുമ്നയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട് 2 നാഡികൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് ഇടാപിംഗള നാഡികൾ. ആ ഇടാപിംഗള നാഡികൾ സുഷുമ്നയോട് പല സ്ഥലങ്ങളിൽ യോജിച്ചു പോകുന്നുണ്ട്. ആ സ്ഥലങ്ങളെയാണ് ആധാര ചക്രങ്ങൾ എന്ന് പറയുന്നത്. 7 തലങ്ങളിലാണ് സുഷുമ്നയും ഇടയും പിംഗളയും ഒന്നിച്ച് നിൽക്കുന്നത്. 6 ആധാരപത്മങ്ങളും ഏറ്റവും മുകളിൽ സഹസ്രാരപത്മവും.
സാധാരണ നമ്മുടെ ബോധം, ഞാൻ എന്ന് പറയുന്ന ബോധം, അതിന് ഏറ്റവും അടിയിലുള്ള മൂലാധാര ചക്രത്തിലാണ് ഉറങ്ങിക്കിടക്കുന്നത്. മൂലാധാരം മുതൽ അനാഹതപത്മം വരെ, ഹൃദയപത്മം വരെ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, 3 ആധാരപത്മങ്ങൾ. മൂലാധാരം എന്ന് പറയുന്നത് ഏറ്റവും അടിയിൽ ഗുദലിംഗത്തിൻ്റെ മധ്യത്തിലാണ്. അതിന് മുകളിൽ ലിംഗമൂലത്തിലാണ് സ്വാധിഷ്ഠാന പത്മമുള്ളത്. നാഭിയിലാണ് മണിപൂരക ചക്രമുള്ളത്. അങ്ങനെ ഇത് 3 അടങ്ങി അനാഹതപത്മം, ഹൃദയത്തിൻ്റെ ഭാഗം വരെയുള്ള പ്രദേശത്തെയാണ് അഗ്നിമണ്ഡലം എന്ന് പറയുന്നത്. ആ അഗ്നിമണ്ഡലം സജീവമാണെങ്കിൽ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. പ്രവർത്തിക്കാനുള്ള ഊർജ്ജം, ക്രിയാശക്തി വർദ്ധിക്കുന്നത് അവിടെ സജീവമായി നിൽക്കുന്ന സമയത്താണ്. ആ പ്രദേശം അവിടെ സജീവവും പാപരഹിതവുമായിട്ടാണ് നമുക്ക് ധാരാളം ക്രിയാശക്തി ഉണ്ടാകും. ആ ക്രിയാശക്തി പ്രകടിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഫലവും നമുക്ക് ലഭിക്കും. അതിൻ്റെ പ്രത്യേകത, നമുക്ക് സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ആ പ്രദേശം അഗ്നിമണ്ഡലം ശുദ്ധമാവണം. നമുക്ക് പ്രവർത്തിക്കാൻ ഊർജ്ജസ്വലത വേണമെങ്കിൽ അത് ശുദ്ധമാവണം. മൂലാധാരവും സ്വാധിഷ്ഠാനവും വളരെ പ്രകടമായും തയ്യാറായാൽ സ്വാഭാവികമായിട്ട് മണിപൂര ചക്രത്തിലാണ് സമൃദ്ധി ഉണ്ടാകുന്നത്. മഹാവിഷ്ണുവിൻ്റെ സ്ഥാനം എവിടെയാണ്, മഹാലക്ഷ്മിയുടെ സ്ഥാനം എവിടെയാണ്. അപ്പോൾ സമൃദ്ധി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് ശുദ്ധീകരിക്കേണ്ട ആവശ്യമാണ്. രണ്ടാമതായിട്ട് അനാഹതപത്മം മുതൽ ആജ്ഞാചക്രം അടക്കമുള്ള പ്രദേശമാണ് രണ്ടാമത്തെ മണ്ഡലം, സൂര്യമണ്ഡലം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം നിശബ്ദമായി അത് സജീവമല്ലാതിരിക്കുന്നു സാധാരണ രീതിയിൽ. നമ്മുടെ ഗായത്രി മന്ത്ര സാധന എവിടുന്ന് സംഭവിക്കും? അത് സജീവമായി തുടങ്ങും. യഥാർത്ഥം നാം ആരാധിക്കുന്നത് ഗായത്രി മന്ത്രസാധനയിലൂടെ ഉപാസന ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ സൂര്യമണ്ഡലമാണ്, അല്ലെങ്കിൽ അവിടുത്തെ സൂര്യ ചൈതന്യമാണ് പ്രഭാവിതമാകാൻ തുടങ്ങുന്നത്. അതാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള സൂര്യനാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്, നാം സ്വാംശീകരിക്കുന്നത്. നമുക്ക് നമ്മുടെ ബോധതലത്തിൽ വികാസം ഉണ്ടാകും. അവിടെ നമ്മുടെ പ്രപഞ്ചത്തിനോട് നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം വരും. പ്രപഞ്ച ചൈതന്യങ്ങളെ സ്വാംശീകരിക്കാനുള്ള ശേഷി നമുക്ക് വർദ്ധിക്കും. ധാരാളം ഊർജ്ജം നമുക്കുണ്ടാകും. ആ ഊർജ്ജത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ സാധനയുടെ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ യോഗികളായി മാറും. അവരുടെ പ്രത്യേകത, സാധാരണക്കാരൻ തൻ്റെ കാര്യങ്ങൾ മാത്രമേ നേടിയെടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ ആ തലത്തിലേക്ക് നമ്മൾ ഉയരുന്ന സമയത്ത്, സൂര്യമണ്ഡലത്തിലേക്ക് നമ്മുടെ ചൈതന്യം ഉയരുന്ന സമയത്ത്, നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിലുള്ള സൂക്ഷ്മ ചൈതന്യങ്ങൾക്ക് പോലും നമ്മുടെ സാന്നിധ്യം കൊണ്ട് സുഖം അനുഭവിക്കാൻ തുടങ്ങും. മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചൈതന്യത്തെ പ്രവാഹം ആരംഭിക്കും. ചുറ്റുപാടും സമാധാനം ഉണ്ടാകും. അവിടുന്ന് മുകളിലേക്ക് പോയാൽ, ആജ്ഞാചക്രത്തിൽ നിന്ന് മുകളിലേക്ക് പോയാൽ സോമമണ്ഡലമാണ്. സോമൻ എന്നിവർ ചന്ദ്രനാണ്. അമൃതത്വം ചന്ദ്രൻ്റെ പ്രതീകമാണ്. ചന്ദ്രൻ്റെ അവസ്ഥയാണ് അമൃതത്വം എന്ന് പറയുന്നത്. അമൃതവർഷം ഉണ്ടാകും ചന്ദ്രനിൽ നിന്നാണ്. നമ്മൾ സാധാരണ ചില മരുന്നുകൾക്ക്, ഔഷധികൾ നമ്മൾ പറിച്ചെടുക്കുന്നത് വെളുത്ത പക്ഷത്തിലാണ്. പൗർണമിക്കാണ് പ്രാധാന്യം. പൗർണമിക്ക് അമൃതവർഷം ഉണ്ടാകുമെന്നാണ് സങ്കല്പം. ഉത്തരേന്ത്യയിലെ ചില പൗർണമി ദിവസം ആളുകൾ ആഘോഷമായി നടത്തും. ഇന്ന് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് നിലാവത്ത് വയ്ക്കും. എന്നിട്ട് ആ നിലാവത്ത് വെച്ച് ആ അമൃതവർഷം ലഭിച്ച പായസം നമ്മളെല്ലാവരും കഴിക്കും. അങ്ങനെ ചില ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്രനും അമൃതമായിട്ട് ബന്ധമുണ്ട്. അപ്പം നമ്മൾ ആജ്ഞാചക്രത്തിൽ നിന്ന് മുകളിലേക്ക് നമ്മുടെ ബോധനം വികസിക്കുന്ന സമയത്ത് നമ്മൾ ഈ അമൃതവർഷം അനുഭവിക്കാൻ തുടങ്ങും. ഒരു ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. ആ ആനന്ദം ഒരു പുറമേ നിന്ന് എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്ന സമയത്ത് സന്തോഷമല്ല, ആനന്ദമാണ്. അത് ഉള്ളിലുണ്ടാകുന്നതാണ്. ഈശ്വരൻ്റെ ഒരു പര്യായമാണ് സച്ചിത്താനന്ദം എന്നുള്ളത്. ഈശ്വരൻ 3 ഗുണമുണ്ട്. സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ഈ ആനന്ദം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. അത് ഈശ്വരീയമാണ്, നമ്മളുള്ളിൽ നൂറി വരുന്നതാണ്. അപ്പോൾ സാധാരണ മൂലാധാരത്തിൽ നമ്മുടെ ബോധമണ്ഡലം മെല്ലെ മെല്ലെ ഈ 3 ആധാരപത്മങ്ങളെയും ഭേദിച്ചുകൊണ്ട്, ഈ 3 മണ്ഡലങ്ങളെയും ഭേദിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് നാം നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കുന്നു. നമ്മളെക്കൊണ്ട് നമ്മുടെ ചുറ്റുപാട് സമൂഹത്തിന് മാറ്റം ഉണ്ടാകുന്നു. മാത്രമല്ല, നമ്മൾ ഈശ്വരീയമായ ഒരു തലത്തിലേക്ക് ഉയരുന്നു. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് യഥാർത്ഥ മാറ്റം അനുഭവിക്കുന്നത്. നാം ഗായത്രി മന്ത്രസാധന ചെയ്യുന്ന സമയത്ത്, ആദ്യത്തെ ദീർഘപ്രണവം ജപിക്കുന്ന സമയത്ത് മാറ്റം വരുന്നത് നമ്മൾ അഗ്നിമണ്ഡലത്തിലാണ്. അത് കഴിഞ്ഞ് ഗായത്രി മന്ത്രം ജപിക്കുന്ന സമയത്ത് പരിവർത്തനം ഉണ്ടാകുന്നത് നമ്മുടെ സൂര്യമണ്ഡലത്തിലാണ്. അവസാനത്തെ പ്രണവം, അനുസ്വാര പ്രണവം ജപിക്കുന്ന സമയത്ത് ശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ സോമമണ്ഡലമാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 3 മണ്ഡലങ്ങളിലൂടെ
പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാമെന്ന് പറയുന്ന മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആശയം, അത് സ്വാഭാവികമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. ആ തരത്തിൽ നമ്മുടെ ബോധം ഉയർന്നുയർന്ന് പൊങ്ങുന്നു, നമ്മുടെ ബോധത്തിൽ മാറ്റം ഉണ്ടാക്കുന്നു, വികസിക്കുന്നു. ഇതാണ് ഗായത്രി മന്ത്രസാധനയുടെ ഒരു പ്രധാനമായ പരിണാമം സംഭവിക്കുന്നത്.